കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമരാവതി വീടല്ല, ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ നിനക്ക് തന്നാലും നിന്റെ അത്ര വിലയൊന്നും അതിനുണ്ടാവില്ല. നീ ഡയമണ്ട് അടിമോളെ, ഡയമണ്ട്, ഒറിജിനൽ ഡയമണ്ട്. നഷ്ടപ്പെട്ടത് മൈസാണിന്. നിന്റെ വില എന്താണെന്ന് അവനിപ്പോഴും മനസ്സിലായിട്ടില്ല. മരിച്ചുപോയ സുപ്രിയയ്ക്ക് വേണ്ടി ലൈഫ് വേശാക്കുന്ന ഫൂളാണ് പൈസൺ. നിന്റെ ഹസ്ബൻഡ് ആയിരിക്കാൻ അവന് യാതൊരു യോഗ്യതയുമില്ല. അതുകൊണ്ടല്ലമ്മേ, നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല ലൈഫ് പോകുന്നത്. സുപ്രിയയുടെ സ്ഥാനത്ത് ഡിക്ക് മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല. അതിനിപ്പോ ഡിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു വർഷം പേരുകൊണ്ടാണെങ്കിലും ഞാൻ അമ്മയുടെ മോന്റെ ഭാര്യയായിട്ട് ജീവിച്ചു. ഇനി ഒറ്റയ്ക്ക് ജീവിച്ചു നോക്കാം. അങ്ങനെയും ജീവിക്കുന്നുണ്ടല്ലോ ആളുകള്. എന്നാലും ഈ ലൈഫിൽ പറയാൻ എനിക്ക് ഒരു ഹസ്ബൻഡിന്റെ പേര് മാത്രമേ ഉണ്ടാവൂ, അമ്മയുടെ മോന്റെ. എന്തായത്? ഇങ്ങനെയാണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്? എന്തുപറ്റി ഡികെ? ഇത് മനുഷ്യന് കഴിക്കാൻ ഉണ്ടാക്കിയതാണോ അതോ വല്ല മൃഗങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയതാണോ? ആരേത് ഉണ്ടാക്കിയത്? ചോദിച്ചു കേട്ടില്ലേ, ആരാ ഇത്ര വൃത്തികെട്ട ഫുഡ് ഉണ്ടാക്കിയതെന്ന്? ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ നല്ല രുചിയുണ്ടായിരുന്നു. എന്നിട്ട് ആ രുചി ഇപ്പൊ എവിടെ പോയി? ആഹാരം ഉണ്ടാക്കുമ്പോ അതിൽ ശ്രദ്ധിക്കണം, അല്ലാതെ ചുറ്റുമുള്ള 100 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. ഇതിന് ഉപ്പുണ്ടോ? ഈ ദോശ ഉണ്ടാക്കിയത് ഏത് മാവ് കൊണ്ടാ? റബ്ബർ പോലിരിക്കുന്നു. ഇതെങ്ങനെ വായി വെച്ച് കഴിക്കാൻ പറ്റും? ഇത്രയും നാളായിട്ട് നിങ്ങളൊന്നും ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെയാ ഞാനിത് ഉണ്ടാക്കിയത്. വേണ്ട, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഏത് ഫുഡും സ്മെല് ചെയ്ത് നോക്കിയാൽ അതിന്റെ ടേസ്റ്റ് എനിക്ക് അറിയാൻ പറ്റും. എന്തെണ്ണ ഏതുണ്ടാക്കാൻ ഉപയോഗിച്ചത്? ഈ ചമ്മന്തിക്ക് കടുക് വറക്കാൻ എന്തെണ്ണയാ ഉപയോഗിച്ചതെന്ന്? സാധാരണ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തന്നെയാ. എന്തുപറ്റി? പഴകിയ എണ്ണയുടെ രുചിയാ ഈ ചമ്മന്തിക്കുള്ളത്. ഡികെ, ഒരു മിനിറ്റ്, ഞാൻ വേറെ ഉണ്ടാക്കി തരാം. വേണ്ട, ഇനി ഉണ്ടാക്കിയാലും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആഹാരത്തിന്റെ രുചി അത് ഉണ്ടാക്കുന്നവന്റെ മനസ്സിന്റെ നന്മയാണ്. അതിനെ കൈപ്പുണ്യം എന്ന് പറയും, മനസ്സിലായോ? അതെങ്ങനാ? 24 മണിക്കൂറും കുശുമ്പും കുന്നയുമേ മാത്രം ആലോചിച്ച് നടക്കുന്നവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല. വെറുതെ അല്ല ആഹാരത്തെ വിഷം കലർന്ന് ഓരോരുത്തർ ആശുപത്രിയിലാവുന്നത്. മനസ്സോടെ ഉണ്ടാക്കിയാലേ രുചിയോടെ കഴിക്കാൻ പറ്റൂ. ഇഡിയറ്റ്. എന്തു പറ്റി മായച്ചി? ഡിക്ക് എന്തിനാ ദേഷ്യപ്പെട്ടെ? രാവിലെ ആവശ്യത്തിന് കിട്ടിയല്ലേ? ദോശ റബ്ബർ പോലെ ഇരിക്കുന്നെന്ന്, ചമ്മന്തിക്ക് പഴകിയ എണ്ണയുടെ മണം ഉണ്ടെന്ന്. മനസ്സിൽ നന്മയുണ്ടെങ്കിലേ ഉണ്ടാക്കുന്ന ആഹാരത്തിന് രുചി ഉണ്ടാവൂന്ന്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല രുചിയുണ്ട്. ചിത്ര, നീ ഒന്ന് നോക്കിയേ. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ടേസ്റ്റിനും വ്യത്യാസമില്ല. അപ്പോ ദോശയുടെയും ചമ്മന്തിയുടെയും പ്രശ്നമൊന്നുമല്ല.
രുചി ഇല്ലാഞ്ഞിട്ടും അല്ല, ജ്യോതി ഇല്ലാത്തതിന്റെ അസ്വസ്ഥതയാ. അതിന് നമ്മുടെ കയ്യിൽ മരുന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതൊരു തുടക്കം മാത്രം. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഡികെയുടെ ഉള്ളില് ജ്യോതിയോട് സ്നേഹമുണ്ട്. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ജ്യോതിക്ക് വിഷം കൊടുത്തത് നമ്മളിൽ ഒരാളാണെന്ന് DK വിശ്വസിക്കുന്നു. അതെ, എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട, നിങ്ങളിൽ ഒരാള്. അങ്ങനെ പറഞ്ഞാ മതി, മനസ്സിലായോ? ജ്യോതിയെ ഓടിക്കാൻ എല്ലാവർക്കും എന്തൊരു ഉത്സാഹമായിരുന്നു. അനുഭവിച്ചോ? പിന്നെ ഇത് വേറൊരു ട്രയൽ മാത്രം. ടൂർണമെന്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. മായേ, എന്താ ഇത്? എനിക്ക് ഓഫീസിൽ പോണമെന്ന് അറിയില്ലേ? ഷൂ പോളിഷ് ചെയ്ത് വെക്കാൻ ഇനി പ്രത്യേകം പറയണോ? സോറി DK, ഞാനത് മറന്നുപോയി. ഇതിന് മറവിയെന്നല്ല, ഉത്തരവാദിത്വം ഇല്ലായ്മയെന്നാണ് പറയേണ്ടത്. ഞങ്ങളിപ്പോ ശരിയാക്കി തരാം. നിങ്ങൾ എന്റെ ഷൂ പോളിഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് ജോലിക്കാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പോലും സമയമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്താ ജോലി? DK, കുറച്ചു നാളുകളായി ഇതെല്ലാം ചെയ്തിരുന്നത് ജ്യോതി ആയിരുന്നല്ലോ. എന്നുവെച്ച് ഇന്ന് ഞാൻ ഷൂസ് ഇല്ലാതെ ഓഫീസിൽ പോണോ? ഞാനിപ്പോ ചെയ്തുതരാം. ഓ, ഇങ്ങത്താ മായേച്ചി, ഞാൻ പോളിഷ് ചെയ്ത് കൊണ്ടുവരാം. ഇതാ പറയുന്നത്, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. ഭാര്യമാര് ചെയ്യേണ്ട ജോലിയൊക്കെ മരുമക്കൾ എങ്ങനെ ഓർത്തിരിക്കുന്നത്? ജ്യോതിയായിരുന്നെങ്കിൽ ഇതൊക്കെ എപ്പോഴും റെഡിയാക്കിയാണ്. സ്റ്റോപ്പ് ഇറ്റ്. ഇന്നിനി ഇത് പോളിഷ് ചെയ്യണ്ട. നാളെ മുതൽ ഇത് ആവർത്തിക്കരുത്. എന്റെ കാര്യങ്ങൾ കൃത്യമായി നടന്നിരിക്കണം, മനസ്സിലായോ? അത് ഞങ്ങൾ എങ്ങനെ ഉറപ്പ് പറയും DK? ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഭാര്യയുടെ കടമയല്ലേ? അല്ലെങ്കിൽ പിന്നെ DK തന്നെ സ്വയം ചെയ്താലും മതി. ഞാനങ്ങ് പേടിച്ചു പോയി. നിനക്ക് എവിടെ നിന്ന് കിട്ടി ചിത്ര ഇത്രക്ക് ധൈര്യം? DKയോടാ നീ അഹങ്കാരം പറഞ്ഞത്, ഓർമ്മ വേണം. ഞാൻ ഒരു അഹങ്കാരവും പറഞ്ഞിട്ടില്ല, കാര്യം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. എന്താ ഇത്? എന്താ സാർ? എടോ, രാവിലെ വണ്ടി കഴുകണോന്നറിയില്ലേ? ഞാൻ കഴുകിയതാ സാർ. എന്നിട്ടാണോ ഇത്ര അഴുക്ക് പുരണ്ടിരിക്കുന്നത്? അഴുക്കോ? ഇതിൽ അഴുക്കൊന്നും ഇല്ലല്ലോ സാർ, ഞാൻ നല്ലപോലെ കഴുകിയതാ. താനെന്നെ പഠിപ്പിക്കാൻ വരണോ? ഇല്ല സാർ. ഇതാ കണ്ടില്ലേ, ആകെ മണ്ണും പൊടിയും. എടോ, ചെയ്യുന്ന ജോലിയിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത വേണം. ഇത് സംഗതി സീരിയസ് ആവുന്നാ തോന്നുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കഴുകാം സാർ. ആർക്ക് വേണമെങ്കിൽ. താൻ വണ്ടി കഴുകുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്റെ സൗകര്യത്തിന് വേണ്ടി കാത്തു വെക്കണോ? എല്ലാ മാസവും 1-ാം തീയതി കൈ നീട്ടി ശമ്പളം വാങ്ങിക്കാൻ കാണിക്കുന്നതിന്റെ 4-1 ആത്മാർത്ഥത താൻ ചെയ്യുന്ന ജോലിയോട് കാണിക്കും.
ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്യുന്നവരാ ഒരു വീടിന്റെയും നാടിന്റെയും ശാപം. എടോ, നാട് തന്നാവണമെങ്കിൽ ആദ്യം വീട് തന്നാവണം. അത് നമ്മളെ ഉദ്ദേശിച്ച അമ്മാച്ചി. മഴ പെയ്തു തീർന്നാലും മരം കുറച്ചു നേരം കൂടി പെയ്യും. കുറച്ചു കഴിയുമ്പോ അതങ്ങ് മാറിക്കോളും. ഇതും അത്രയുള്ളൂ. വായും പിടിച്ചേക്കാതെ താക്കോലും കിടക്കും. സാർ, ഞാൻ എടുത്തോളാം. തരാൻ ശിവ, എന്താ നീ ജ്യോതിയുടെ വീട്ടിൽ പോയി ഉടനെ തന്നെ അമ്മയെ തിരികെ വിളിച്ചോണ്ട് വരണം. അയ്യോ, എനിക്ക് പറ്റില്ല. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഏട്ടൻ തന്നെ പോയി വിളിച്ചാൽ മതി. ഞാനോ? അതെ, ഏട്ടൻ തന്നെ. ഏട്ടൻ പോയി വിളിച്ച അമ്മ വരും. പോയി വരുമ്പോ ഏട്ടത്തെ കൂടി വിളിച്ചോണ്ട് വന്നാ അത്രയും സന്തോഷം. ഇതെന്താ ഏട്ടൻ മുടി ജീവില്ലേ? കോട്ടൊക്കെ ചുളുങ്ങിയിരിക്കുന്നു. കോട്ടിന് ചുളിവൊന്നുമില്ലല്ലോ. അത് ഏട്ടന് മനസ്സിലാവില്ല. ഏട്ടത്തി ഇല്ലാത്തതിന്റെ അതെല്ലാം. ഏട്ടാ, ഭർത്താവിന്റെ സൗന്ദര്യം ഭാര്യ ശ്രദ്ധിക്കുന്ന പോലെ മറ്റാരും ശ്രദ്ധിക്കില്ല. ഈ മീശ പോലും ഡീക്കയുടെ മീശ ഇങ്ങനെ ഇരിക്കണം, ഇല്ലെങ്കിലേ ആറ്റിറ്റ്യൂഡ് പോവും. ഇതൊക്കെ നോക്കാൻ ഭാര്യയ്ക്കേ പറ്റൂ. ഒരു കാര്യം ചെയ്യും, ഏട്ടൻ പോയി അമ്മയും ഏട്ടത്തെ ഒരുമിച്ച് വിളിച്ചോണ്ടോ. ഏട്ടത്തിയോടുള്ള സ്നേഹം മുഴുവൻ ഈ മുഖത്തുണ്ട്. അഹങ്കാരം പറയുന്നോ? പിന്നെ തിരിച്ചു വരുമ്പോഴേ ആ വക്കീലിനോട് ഡിവോഴ്സ് പെറ്റീഷൻ കൂടി ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കൊണ്ട് വരണം കേട്ടോ. ആഹാ, വന്നല്ലോ താറാവിൻ കൂട്ടം. ചിത്രേ, ഇവരുടെ കൂടെ കൂടിയാ നിന്റെ കാര്യവും പോക്ക. പിന്നെ ഏട്ടത്തി ഇവിടുന്ന് പോയെന്ന് കരുതി ആരും അങ്ങോട്ട് സന്തോഷിക്കണ്ട. ചിലപ്പോ ഈ പോയ പോക്കിന് നീക്ക് അമ്മയെ മാത്രമല്ല ഏട്ടത്തിയെ കൂടെ തിരികെ വിളിച്ചോണ്ട് വന്നെന്നിരിക്കും. എന്റെ ഈശ്വരാ, അങ്ങനെ തന്നെ സംഭവിക്കണേ. മൈ സൺ പറഞ്ഞ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ തറച്ച അമ്പുകളായിരുന്നെന്ന് ഈ മദറിനറിയാം. അവൻ നിന്നോട് റഫ് ആൻഡ് ടഫായിട്ട് ബിഹേവ് ചെയ്തു. അവൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഒന്നും മോള് മനസ്സിലാക്കണം, ഒരു ഭർത്താവിന് എല്ലാ ഭാരവും ഇറക്കി വെക്കാൻ പറ്റുന്നത് വൈഫിന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ. നിന്നോടുള്ള ദേഷ്യമല്ല അവനപ്പ കാണിച്ചത്. അല്ല, അവൻ ആരെ ശത്രുവാക്കാൻ പറ്റും? മരുമക്കളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അവരുടെ ഭാര്യമാരെ ശിക്ഷിക്കാൻ പറ്റുമോ? അമ്മയെ തള്ളി പറയാൻ പറ്റുമോ? ഒരു ഹസ്ബൻഡ് ലൈഫ് ഫയർ എഞ്ചിൻ പോലെയാ. എവിടെ തീ പിടിച്ചാലും പോയി കെടുത്തണം. എന്നാ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയൂ? അതുമില്ല. ഹസ്ബൻഡ് എല്ലാവരുടെയും പ്രോബ്ലങ്ങൾക്കുള്ള സമവാക്യവാ. ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടുന്ന ഫയർ എഞ്ചിൻ പോലെ. ഉള്ളിന്റെ ഉള്ളിൽ നീ അവന്റെ ഒറിജിനൽ വൈഫ് തന്നെയാണെന്ന് അവനറിയാം. ഇല്ലെങ്കിൽ നിന്നോട് പൊട്ടിത്തെറിക്കില്ല, നിന്നെ ചീത്ത പറയില്ല. ഹസ്ബൻഡിന്റെ ഉള്ളിലെ ഏത് ഫയറും അണയ്ക്കാൻ ഒരു വൈഫിന് മാത്രമേ പറ്റൂ. പത്മാവതി അമ്മ പറഞ്ഞൊക്കെ ശരിയാ. പക്ഷേ
എന്റെ മോൾ ഒരു പെണ്ണല്ലേ, ഒരു ഭാര്യയല്ലേ. ഭർത്താവിന്റെ അവഗണന ഒരു ഭാര്യ എത്ര നാൾ സഹിക്കും? ഞങ്ങളുടെ മോൾക്ക് ഒരു നല്ല കുടുംബജീവിതം ഉണ്ടായി കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. മരവും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ ജീവനില്ലാത്ത പ്രതിമയല്ലല്ലോ ഇവളും, ഒരു മനുഷ്യജീവിയല്ലേ. ഭർത്താവിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് കരുതലും സ്നേഹവും ഒക്കെ ഒരു ഭാര്യ പ്രതീക്ഷിച്ചാൽ അതിൽ എന്ത് തെറ്റു പറയാൻ പറ്റും? ഒരമ്മയാവാനും കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അവരെ വളർത്താനും ഇവൾക്കും ആഗ്രഹമില്ലേ? മമ്മി മതി. ഇല്ല, നീ എന്നെ തടയാൻ നോക്കണ്ട. പറയാനുള്ളത് പറഞ്ഞു തന്നെ തീർക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ താലോലിക്കണമെന്ന് മോഹം ഞങ്ങൾക്കില്ലേ? ഈ പത്മാവതി അമ്മയ്ക്കില്ലേ? അതൊക്കെ നിഷേധിച്ചത് അവനല്ലേ? അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആശാലത പറഞ്ഞത് സത്യം തന്നെയാ മോളെ. ഈ ഡ്രീംസ് എല്ലാം എന്റെ മനസ്സിലുമുണ്ട്. നിന്നോട് അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ അവന് നിന്നോട് ലവ് ഇല്ലാഞ്ഞിട്ടല്ല, വൈഫാണ് ബ്യൂട്ടിഫുൾ എന്ന് അവൻ അറിയാതെ പോയി. ലവ് ഉള്ളിടത്തേ വഴക്കുള്ളൂ. ലവ് ഹാർട്ടിലുണ്ടെങ്കിലേ വൈഫ് ഹസ്ബൻഡും തമ്മിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ പറ്റൂ. ഐ ആം ഷുവർ നീ അവന്റെ ഹാർട്ടിലുണ്ട്. ഹാർട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ, ഭർത്താവിന്റെ സ്നേഹം ആഗ്രഹിക്കുമ്പോ ഹാർട്ട് തുറന്നു കയറാൻ പറ്റുമോ? അമ്മയുടെ മോൻ സ്നേഹത്തിന്റെ ഒരു നിറകുടാവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ എണ്ണ ആട്ടുന്ന പഴയ ചക്കില്ലേ, അതുപോലെയൊക്കെ തന്നെയാ എന്നും ഭാര്യമാര്. പക്ഷേ അതും വലിച്ചു മുന്നോട്ടോടാൻ ഭർത്താവിന്റെ സ്നേഹം കൊണ്ടുള്ള ഒരു നോട്ടം, നിനക്ക് ഞാനുണ്ട് എന്നൊരു വാക്ക്, അത് മതി. ഏത് ഭാര്യയും മരണം വരെ എരുമയെ പോലെ പണിയെടുത്തോളും. ഇവിടെ അതൊന്നും അമ്മയുടെ മോൻ എനിക്ക് തന്നിട്ടില്ല. ഇനി മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല. ഞാൻ വീണു പോവും. മറ്റെന്തും സഹിക്കാം. പക്ഷെ ഭർത്താവിന്റെ കുറ്റപ്പെടുത്തല് സഹിക്കാൻ വയ്യ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാനിനി അമരാവതിയിലേക്കില്ല. മോളെ, ആണുങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും പാവങ്ങളാ. നീ അവനോട് ഉള്ളിൽ വൈരാഗ്യം ഒന്നും സൂക്ഷിക്കരുത്. ഐ ആം ഷുവർ വൺ ഡേ ഹി കോൾ യു. മനസ്സിലായില്ലേ? Poor girl. ഒരു ദിവസം 100 times സോറി പറഞ്ഞ് അവൻ നിന്നെ വന്ന് വിളിച്ചിരിക്കും. ദേ, അന്ന് നീ വരാതിരിക്കരുത്. ആ വീടും ഈ അമ്മയും നിനക്ക് വേണ്ടി എവിടെ കാത്തിരിക്കും. നീ വരണം. I love you, Betty. I love you.
ബേട്ടി, ഇനി അവൻ വന്ന് വിളിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചെന്ന് കേട്ടാലെങ്കിലും നീ വരണേ. നിന്റെ കൈകൊണ്ട് ഒരു തുള്ളരിയും ഒരു പൂവും ഒരു ഉപ്പയും ഒരു കൈ കൊടുത്ത വെള്ളവും ഈ അമ്മയ്ക്ക് വേണം. എങ്കിലേ എന്റെ ആത്മാവിന് മോശം കിട്ടും. I am waiting,